അന്നാ കുറെ കാലം കണ്ടിട്ട് ചെറിയ കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ അങ്ങനെ സന്തോഷിച്ച് വലിയ നേർത്തിയില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ ഇവിടെ വന്നതേ ഉള്ളൂ. അണ്ണാ വന്നപ്പോഴേ ആ ജംഗ്ഷനിൽ ഭയങ്കര സ്ത്രീകളുടെ മുദ്രാവാക്യം എന്താണ് പ്രശ്നം? അത് അപ്പുറത്തെ ജംഗ്ഷനിൽ ഇവിടെ അത് കുറെ ദിവസം ആയി തുടങ്ങി. നമ്മളെ മറ്റേ ആശാവർക്കർമാരില്ലേ, 50 രൂപ കാശം കണ്ട മാസം തോറും എന്തോ കൂട്ടി കൊടുക്കണമെന്ന് പറയുന്നു. ഈ ദിവസം കൊണ്ട് വെയിലും മഴയും കൊണ്ട് സമരത്തോടെ സമരം. കഷ്ടം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ ഗവൺമെന്റ് ഒരു കാരണവശാലും കൊടുക്കാൻ സാധ്യത ഇല്ല. അതൊക്കെ പോട്ട് വാ, നമുക്ക് ഞാൻ ലഡു വാങ്ങിച്ചോ. വാ ചുമ്മാ എടേ നിനക്ക് ഊട് തുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരുത്തം വന്നിട്ട് ലഡു വാങ്ങിച്ചു. അണ്ണാ എനിക്ക് ലോട്ടറി അടിച്ചെണ്ണ. നീ ലോട്ടറി എടുക്കൂലല്ലോ. ഇങ്ങനെ കാര്യം അണ്ണാ, കഴിഞ്ഞ ആഴ്ച ആ മുക്കിലിട്ട് വെട്ടിക്കൊന്നില്ലേ? ആ സംഭവമൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, ആ കേസൊന്നും തെളിഞ്ഞില്ലല്ലോ. കിട്ടി അപ്പൊ വല്ല ആയ അത് ഞാൻ ഏറ്റെടുത്തു. ഇവിടെ ചെറുക്ക നീ അബദ്ധമല്ലേടാ കാണിക്കുന്നത്. നീ കൊലക്കേസ് ഏറ്റാലേ നിനക്ക് അവിടെ ജയിലിൽ പോയി ജീവപര്യന്തം കിടക്കേണ്ടി വരും. നിന്റെ കുടുംബം പട്ടിണിയാവും, നിന്റെ പിള്ളേർ വഴിയാതാരാവും. പിന്നെ ജയിലിൽ നീങ്ങായിട്ട് തിരിച്ചു വരുമ്പോഴേ പെമ്പറന്നാല് വേറെ വല്ലവൻ്റെ കൂടെ പോകും. ജീവപര്യന്തം അടിച്ച രക്ഷപ്പെട്ടെന്നാ. അതെങ്ങനെ? 7 ദിവസം നല്ല ആഹാരം കഴിക്കാം. ആഴ്ചയിൽ 7 ദിവസവും നല്ല ഫുഡ് കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ സുഖമായിട്ട് ഉറങ്ങാം. എന്ത് കാര്യം? സൂപ്പറിലെ കണ്ട ദാനം പോയി മെത്തയും കട്ടിലും കൊണ്ടുവയ്ക്കും. ഇത് കൂടാതെ ഒരു ദിവസം 650 ശമ്പളം കിട്ടോ? അതുകൊണ്ടാണ്. പിന്നെ അല്ലാതെ പിന്നെ ഞാൻ ഇത് അറിഞ്ഞില്ല. 4 നേരം ആഹാരവും 650 ആരെണ്ണ മാസം തോറും നല്ലൊരു എമൗണ്ട് പിന്നെ അല്ലാതെ കയ്യിൽ വരും. പിന്നെ 12 വർഷമൊക്കെ ആകുമ്പോ കിടിലോ അപ്പൊ ലോട്ടറി അടിച്ചോല്ലേ. പിന്നെ അല്ലാതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു സംശയം. എനിക്കും കൂടെ എന്തെങ്കിലും സെറ്റപ്പ് അവിടെ റെഡിയാക്കാൻ വഴിയുണ്ടോ? അന്നാ ഇപ്പം പോലീസൊക്കെ തിരക്കുന്ന ചെറുപ്പക്കാരോട് ഭയങ്കര തിരക്കപ്പെടാ. എന്തിന് അന്നാ രാവിലെ പോയി ടോക്കൺ എടുക്കണ്ടേ? ടോക്കണും എടുക്കണോ? ടോക്കൺ എടുക്കണോ? എന്റെ ദൈവമേ, ഇപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? വല്ല വഴി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ 4 മണിക്ക് എത്തണം രാത്രി. എങ്കിലും 6 മണിക്ക് കിട്ടുള്ളൂ. 6 മണി നീണ്ട ക്യൂ ആണ്. പിന്നെ ഒരു 6 മണിക്ക് ടോക്കൺ എടുത്താ നിങ്ങൾ രക്ഷപ്പെട്ടെണ്ണ. എന്റെ ദൈവമേ, നമ്മളെ നാട് പോണ പോക്കേ. രാവിലെ പോയി ടോക്കൺ എടുക്കണോ? ഇതെന്തോന്ന് ജലാശുപത്രിയിൽ മറ്റേ OP എടുക്കാൻ വേണ്ടി നിൽക്കും പോലത്തെ ക്യൂ ആണല്ലോ. കൊള്ളാം. ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാർക്കെല്ലാം സന്തോഷമായി കാണും. കാരണം എല്ലാവർക്കും തൊഴിലില്ലായ്മയാണ് ഇവിടുത്തെ വിഷയം. പക്ഷേ ഒരു കാര്യം, കംപ്ലീറ്റ് ഇവർക്കും തൊഴിൽ കിട്ടാനുള്ള സംവിധാനം നമ്മളെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ സർക്കാർ? അടിപൊളിയല്ലേ? സൂപ്പർ.